ഹായ്, ഇത് മുള്ളൂർക്കാരുള്ള അലക്സേട്ടൻ്റെ വീട്. സ്ട്രോങ്ങിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലർക്ക് ഇത് എന്തേ പണി തീരാത്തെന്ന് പറഞ്ഞാൽ എനിക്കിത് ഫണ്ടിൻ്റെ ഗ്യാപ്പ് പറഞ്ഞനുസരിച്ചാണ് ഞാനിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിലല്ലേ നമ്മൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ താമസിക്കണം, അങ്ങനത്തെ ഒരു ഇതുണ്ടാവുള്ളൂ. ഇപ്പോൾ എന്തൊക്കെ കഴിഞ്ഞാലും അപ്പോൾ അലക്സേട്ടൻ ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലേ? ഞാൻ ഹാപ്പിയാന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഇവരറിഞ്ഞും അറിയാതെയും പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നേരെ എന്നെ വിളിച്ച് വരുന്നവർ. ഞാൻ പറയും, നിങ്ങൾ കയറിക്കാട്, കണ്ടത് നിങ്ങൾ എന്താ സംശയമുള്ള എനിക്കറിയാവുന്ന, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും. ബാക്കി നിങ്ങൾ റേറ്റ് എത്രയ്ക്കാണെന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞാൽ 1000-ലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ റേറ്റ് നിങ്ങളിപ്പോഴത്തെ റേറ്റ് ചോദിക്കുക. 2 വർഷം മുമ്പുള്ളതാണ്, അതിൻ്റെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് അവർക്കൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ലേബർ കൂടിയിട്ടുണ്ട്. എല്ലാം വലിയ മാറ്റങ്ങളുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങൾ 2 വർഷത്തെ എല്ലാത്തിൻ്റെ അപ്രീസിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഹായ്, ഇത് നമ്മൾ തൃശ്ശൂർ മുള്ളൂർക്കര അലക്സേട്ടന് വേണ്ടിയിട്ട് ചെയ്ത വീടാണ് കേട്ടോ. നിങ്ങൾ ആദ്യം കണ്ടത് ഹൗസ് ഓണറായ അലക്സേട്ടനും ഞാനും സൈറ്റിൽ, അതായത് നമ്മളെ സ്കോപ്പ് ഓഫ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൈ കൊടുത്ത് സംസാരിക്കണ ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത്. എല്ലാ വീടുകൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ വർക്ക് കഴിയുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച്, അല്ലേ മനോട്ടം പറഞ്ഞ പോലെ നല്ല രീതിയിൽ കൈ കൊടുത്ത് സംസാരിച്ച് പിരിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാ വർക്കുകളും ഇപ്പോൾ നമുക്ക് മാക്സിമം അങ്ങനെ ചെയ്ത് തീർക്കാൻ കഴിയാറുണ്ട്. പിന്നെ ഈ വീട് ഞങ്ങൾ കോൺക്രീറ്റിൽ ചെയ്തതാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്ലാസ്റ്ററിങ് കഴിഞ്ഞപ്പോൾ ഒരിക്കലും തോന്നില്ല. ഇത് പ്ലാസ്റ്ററിങ് ചെയ്തത് മുള്ളൂർക്കരയിലുള്ള ഒരു ചേട്ടൻ തന്നെയാണ്, ജയനും അതേപോലെ സലീം എന്ന് പറഞ്ഞ 2 ചേട്ടന്മാരാണ് കേട്ടോ ഇത് പ്ലാസ്റ്ററിങ് ചെയ്തത്. മൊത്തം 3 ആളാണ് അവരുണ്ടായിരുന്നത്. അതെ, മലയാളികളും അതുപോലെ തന്നെ ചില ഹിന്ദിക്കാരും. അത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അലക്സേനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. കാരണം നമ്മൾ അങ്കമാലിയിൽ എയർപോർട്ടിൻ്റെ അടുത്ത് ചെയ്ത നമ്മൾ ആ പ്രോജക്റ്റിനെ അത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുത്തു. അവരാണ് പ്ലാസ്റ്ററിങ് ചെയ്തത്. പക്ഷെ അത് ബായിമാരാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല കേട്ടോ, അതിൻ്റെ വീഡിയോ വരാൻ കിടക്കണേ ഉള്ളൂ. ആ ഒരു വീടും ഈ ഒരു വീടും നമ്മൾ ഇത്രയും കാലം ചെയ്തതിൽ വെച്ചിട്ട് പ്ലാസ്റ്ററിങ് എൻ്റെ കണ്ണ് തള്ളിയത്. കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ വീടിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സ്ട്രക്ചറിനെ നമ്മൾ 2 വർഷമായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ആൾക്കാരാണെങ്കിലും അവരും ഭായിമാരാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഇതിലൊരു കഴിവുണ്ട്. പുട്ടിയും കൂടി ഇണ്ടാത്തൊരു ഫിനിഷിങ് ഈ 2 വീടിനും കിട്ടിയിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെയാണ്. പക്ഷേ ഇത് മലയാളികളാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ പ്രൊജക്റ്റാണെന്നുണ്ടെങ്കിൽ ഹിന്ദിക്കാരാണ്. അപ്പോൾ മലയാളി ഹിന്ദി അങ്ങനെയൊന്നുമില്ല. നല്ല കഴിവുള്ള വ്യക്തികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് സൂപ്പറാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മുള്ളൂർക്കരയുള്ള അലക്സേട്ടൻ്റെ ഈ ഒരു വീടും അതേപോലെ തന്നെ നമ്മളെ എയർപോർട്ടിൻ്റെ അടുത്ത്, അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ആ ഒരു അപ്പാർട്ട്മെൻറ്റ്സും. ഈ വീട് ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്. താഴെ 1000 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ളൊരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തട്ടെടുത്ത സമയത്ത് ഈ ഒരു ഹാളിൽ വീഡിയോ കണ്ടൊരു വ്യക്തി കറക്റ്റ് മിനിറ്റും സെക്കൻഡൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മളവിടെ പോയിട്ട് ഈ ചുമരിലാണ് ആ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് ഈ ലൈറ്റ് പോയിൻ്റ് ഇല്ലേ, അതിൻ്റെ തൊട്ട് മുകളിലാണ്. അയാൾ കറക്റ്റ് സെക്കൻഡൊക്കെ നോക്കിയിട്ടാണ്, അതിനാണ് ഞാൻ സൂം ചെയ്തത്. ഈ കോർണറിലാണ് അയാളൊരു ലീക്ക് കണ്ടുപിടിച്ചത്. ആ ലീക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് സ്റ്റെയർ കേസാണ്, ഓപ്പൺ ഏരിയ ആയിരുന്നു. അതേപോലെ തന്നെ സ്പാന് വെക്കണ സമയത്ത് നമ്മൾ കുത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്പാൻ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഉള്ളിലേക്ക് വന്നതാണ് ആൾ ലീക്ക് എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ പിറ്റേ ദിവസം തന്നെ ആ കമൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വീട് പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് ഉള്ളും പുറവും നോർമൽ പ്ലാസ്റ്ററിങ് ആണ് ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് സിമെൻ്റ് ഇട്ടിട്ടുണ്ട്. അതും കൂടാണ്ട് 2 ദിവസമായിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വീടിന് ലീക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ, അതായത് ഇതിൻ്റെ മുകളിൽ ഏകദേശം ഒരു 4 ഇഞ്ച് കനത്തിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇത്രയും വലിയ സ്ലാബിൽ. അപ്പോൾ ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് തെളിഞ്ഞ് കാണിക്കേണ്ടത്. കാരണം ഇത്രയും ചുമരുമേ ഈ സിമെൻറ്റുമേ ഒരു തുള്ളി വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. നമ്മൾ വീടിന് ലീക്ക് വരില്ല എന്നുള്ള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പല മിസ്റ്റേക്ക് സംഭവിക്കുമ്പോഴും ചിലപ്പോൾ ഒക്കെ ലീക്കുകൾ വരാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ 100% ആയിട്ട് ഒരാൾക്കും കംപ്ലീറ്റ് ലീക്കില്ലാണ്ട് ചെയ്യാൻ പറ്റിയൊന്നും വരില്ല. കാരണം വ്യക്തി ചെയ്യണതല്ലല്ലോ, ഒരുപാട് ആൾക്കാർ ചേർന്ന് ചെയ്യുന്ന ഒരു ആരുടെത്തേലും എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ലീക്കൊക്കെ വരും. അങ്ങനെ ചെറിയൊരു ലീക്ക് വന്നു വെച്ചിട്ട് അത് അത്ര വലിയ, അതൊരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു പണിക്കാരനെ
ഒരാളായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു മെയിൻ സ്ലാബ് ചെയ്യണത് മിനിമം 10, 20, 25 ആൾക്കാർ കൂടിയിട്ടാണ് ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യണത്. അതിൽ തന്നെ ഒരാളടുത്ത് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ തന്നെ വരും. ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം സൈറ്റിലുണ്ടാവും, അതേപോലെ നമ്മൾ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, എല്ലാവർക്കും നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആരുടെ എല്ലാ സ്ഥലത്തും കണ്ണെത്തിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വന്നു വെച്ചിട്ട് അത്ര വലിയ ഇതൊന്നുമല്ല. പക്ഷേ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളന്ന് വീഡിയോയിൽ അതിൻ്റെ കമൻ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒന്നൊരു വീഡിയോ ചെയ്തത്. പിന്നെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതേപോലെ ഇതിനോട് ചോദിക്കാറില്ലേ, സ്പേസ് ഇട്ട് തരുമോ. നമ്മൾ ആദ്യമായിട്ട് സ്പേസ് ഇട്ടിട്ടും അതേപോലെ തന്നെ വീടിൻ്റെ ഹൈറ്റ് 11 അടിയാക്കിയിട്ടും ചെയ്തൊരു വീടാണിത്. മാക്സിമം നമ്മളിതിൽ സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ 2 ബെഡ്റൂമാണ്, അതേപോലെ 3 ബാത്റൂം, 2 ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലും നമ്മൾ നല്ല രീതിക്കൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇതേപോലെ അധികം വീട്ടിൽ, ഇപ്പോൾ നമ്മളെ വീട്ടിലടക്കം ഇതേപോലെ സ്റ്റെയറിൻ്റെ അടിയിൽ ബാത്റൂമുണ്ട്, പക്ഷേ ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യാറില്ലേ. അപ്പോൾ നമ്മളത് അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ചെറുപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെരിവുണ്ടല്ലോ, ഈ ചെരുവിൻ്റെ അടിയിൽ നമ്മൾ ക്ലോസറ്റ് വെക്കാനാക്കിയിട്ട് ആ ചെരുവിൻ്റെ അടിയിൽ ഈ ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു അത്രയും ഏരിയ നമ്മൾക്ക് ഷവർ ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. കാരണം ചെറിയ ബാത്റൂം ആകെ 1.80 ഉണ്ടാവുള്ളൂ ലെങ്ത്ത്, പിന്നെ 90 ലാൻഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 മീറ്റർ അല്ലെങ്കിൽ 1.10 എന്നുള്ള സൈസിൽ നമ്മൾ ആ ബാത്റൂം ആക്കി എടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അധികം ആൾക്കാർ ഇങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി സ്പേസ് കിട്ടും. പക്ഷേ വാസ്തു കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ സ്റ്റെയറിൻ്റെ അടിയിലും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ക്ലോസറ്റിൻ്റെ പൊസിഷൻ ചിലപ്പോൾ മാറി എന്നൊക്കെ വരും. കക്കൂസ് പോവലാണ് ആവശ്യിച്ചാൽ കൊടുക്കാം. അലക്സേട്ടൻ പിന്നെ എല്ലാത്തിനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു, പുതുമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതേപോലെ ഏത് ഐഡിയാസും ആൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും, അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആളൊരു പ്ലാൻ തന്നിട്ട് നമുക്കാണ് അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നത്. അതായത് മനോജ് മാക്സിമം ഇത് എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഈ നന്നാക്ക്. ഓക്കെ, നമ്മളെ ബഡ്ജറ്റ് എത്രയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ആ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്താണോ അഡീഷണൽ വേണ്ടത് അത് ഞാൻ അഡീഷണൽ തരാമെന്ന് പറയുന്ന ആളാണ്. അതേപോലെ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് ഫിനിഷിങ് സ്റ്റേജിൽ മനോഹരനോട് എല്ലാ അഭിപ്രായങ്ങളും ചോദിച്ച് അതിനും കൂടി സജഷൻസ് എടുത്തിട്ടേ ആൾ ചെയ്യണുള്ളൂ. വേറുള്ളവർക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവരുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. പക്ഷേ അലക്സേട്ടൻ അങ്ങനെയല്ല, എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഇന്ന് നമ്മളിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അലക്സേട്ടന് ഞങ്ങളായിട്ട് സംസാരിച്ച് അതിലിടുന്നുണ്ട്. അത് കൂടാണ്ട് ഇനി വീടിന് ബാക്കി വരുന്ന വർക്കുകൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഒരു ഫൈനൽ ടച്ച് വരെ നമ്മളൊരു കയ്യപ്പം അതിൽ വേണമെന്ന് ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിൽ കൈ കടത്താൻ പറ്റുക. കാരണം പല ആൾക്കാരും പല രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക് സ്ട്രക്ചർ ആയാൽ മതി, ബാക്കി അവർ തന്നെ ചെയ്തോളാം എന്ന് പറയും. പിന്നെ 2 കാര്യമുണ്ട്. ഇപ്പം നമ്മളോട് ഇൻവോൾവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രീതിയിൽ വേണം ചെയ്യാൻ, അല്ലേ? ഇത് നമ്മളും ഇൻവോൾവ് ആവുക, പിന്നെ ക്ലയൻറ്റും ഇൻവോൾവ് ആവുക. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും അതിലൊരു അതായത് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇതിപ്പോൾ നമ്മളിത് മെഷർ ചെയ്ത് കാണിച്ചു തരികയാണ് കേട്ടോ. അതായത് എല്ലാവർക്കും ഒരു ഇതുണ്ട്, 2 സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുകയെന്ന്. കറക്റ്റ് 5 ഇഞ്ച്. ഇതിപ്പോൾ ഒരു നൂലും കൂടി കമ്മിയുണ്ട്. അതായത് 2 സൈഡും നിങ്ങൾ ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ലെവൽ നോക്കിയാൽ മനസ്സിലാവും. 2 സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടും 5 ഇഞ്ചിൽ കൂടുതൽ നമ്മളെ ചുമര് വരുന്നില്ല. അപ്പോൾ നമ്മളെ ചുമര് എത്രത്തോളം സ്ട്രെയിറ്റ് ആണെന്ന് അത് ഞങ്ങൾ പറയുന്നേക്കാളും നല്ലത് ഈ വീട് പ്ലാസ്റ്റർ ചെയ്യാൻ വന്ന് അലക്സേട്ടൻ്റെ നാട്ടിലുള്ള മലയാളിയാണ് പ്ലാസ്റ്ററിങ് ചെയ്തത്, ജയൻ ചേട്ടൻ പറഞ്ഞ കമൻറ്റ് അലക്സേട്ടൻ പറയുന്നുണ്ട്. കാരണം അവരുടെ ചുമര് ഇപ്പോഴേ കറക്റ്റാണ്. ഇനി ആകെ ഞങ്ങൾ തേച്ചിട്ടെങ്ങാനും ബെൻഡായാൽ, അങ്ങനെയാണ് ഞങ്ങൾ പറയണതല്ല കേട്ടോ, ഇതൊക്കെ ക്ലയൻറ്റ് പറയണതാണ്. കാരണം ഞങ്ങൾ പ്ലാസ്റ്ററിങ്ങുകാർ ലീവായ കാരണം കൊണ്ട് അലക്സേട്ടൻ്റെ നാട്ടിലുള്ള ഒരു ടീമിനെ വെച്ചിട്ടാണ് ഇത് പ്ലാസ്റ്ററിങ് ചെയ്തത്. സാധാരണ നമ്മൾ ടോപ്പൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ വീടിൻ്റെ ടോപ്പടക്കം പ്ലാസ്റ്ററിങ് ചെയ്ത് ഗ്രൗട്ട് അടിച്ച് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് 2 ദിവസമായി ഇത് വെള്ളം കെട്ടി നിർത്തിയിട്ട്. ഈ വീടിൻ്റെ സീലിങ്ങിൻ്റെ വീഡിയോസാണ് ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കാരണം ഇത് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം കെട്ടി നിർത്തി 2 ദിവസമൊക്കെ ആകുമ്പോൾ, 2 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 19 മണിക്കൂറായി, 48 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ലീക്കുള്ള വീടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണും. കാരണം അത്രയും മുകളിൽ സ്റ്റോറേജ് ആക്കിയിട്ടാണ് വെള്ളം ഇപ്പം നിർത്തിയിരിക്കുന്നത്. പിന്നെ നല്ല പണിക്കാർ ഇതേപോലെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വീടാണെന്നുണ്ടെങ്കിൽ ആ വീട് പ്ലാസ്റ്ററിങ്ങിലും അതേപോലെ
ബാക്കി വരുന്ന പെയിൻറ്റേഴ്സിനാണ് നമ്മളൊരു വീട് അടിപൊളിയാക്കി എടുക്കാൻ പറ്റുക അല്ലേ? ഈ രണ്ട് ടീമും നന്നല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നന്നാക്കി ചെയ്തിട്ടും ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ ആ അപാകത എത്ര ഫൈനൽ ഫിനിഷ് കഴിഞ്ഞാലും എടുത്ത് കാണിക്കും. ഞങ്ങൾക്ക് തന്നെ അങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞങ്ങളെ പണിക്കാരെ തന്നെ ഇത്ര ഫിനിഷിംഗ് അല്ലാത്ത വീടുകളും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഉള്ളിൽ ജിപ്സം പുട്ടി ഇടുന്നതിൻ്റെ കാര്യം തന്നെ ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പുട്ടിക്ക് പുട്ടിയുടേതായ എക്സ്പെൻസും ഉണ്ട്, അതേപോലെ പാളിച്ചകളും ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ അലക്സേട്ടനും ജിപ്സം പുട്ടിയായിരുന്നു. അലക്സേട്ടൻ അങ്ങോട്ട് പറയുക ചെയ്ത് പുട്ടി വേണ്ട, നമുക്ക് പ്ലാസ്റ്ററിങ് മതി എന്നുള്ളത്. കണ്ടോ, ഞാൻ ഈ വെള്ളം അമ്മൂനോട് ഒഴിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ രണ്ടു ആൾക്കാർക്ക് വ്യത്യാസം മനസ്സിലാവാനാണ്. നമ്മൾ റൂഫിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. ചുമരുമൊരു തുള്ളി വെള്ളം ഒഴിച്ചപ്പോഴേക്ക് തന്നെ ആ ചുമരിൻ്റെ കളർ ചേഞ്ച് ആയില്ലേ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സീലിങ്ങും ഞാൻ എടുത്ത് കാണിക്കണത്. കാരണം ഈ വീട് നമ്മൾ പെരും മഴയത്ത്, അതായത് ഈ കഴിഞ്ഞ വർഷക്കാലത്ത് നിൽക്കാണ്ട് പെയ്ത മഴ ആ സമയത്ത് ചെയ്ത വീട്ടിലൊരെണ്ണമാണ്. 4 വീടാണ് ആ ഒരു മാസം നമ്മൾ മെയിൻ സ്ലാബ് ചെയ്തത്. അതിലൊരു വീടാണിത്. മഴയത്ത് മെയിൻ സ്ലാബ് ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ലൈന കൺസ്ട്രക്ഷൻ വീണ്ടും തെളിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി അലക്സേട്ടൻ്റെ ഒരു അഭിപ്രായവും അതേപോലെ ഒരു എക്സ്പീരിയൻസും നമ്മൾക്കിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രൊജക്റ്റ് കഴിയുമ്പോഴും നമ്മൾക്ക് ഇതേപോലെ ഹാപ്പി ആയിട്ട് പിരിയാനാണ് ഇഷ്ടം. ഇപ്പോൾ ഒരു ഇത് എല്ലാവിടെയും സാധിക്കുന്നുണ്ട്. ഇത് മുള്ളൂർക്കാരുള്ള അലക്സേട്ടൻ്റെ വീട്. അലക്സേട്ടൻ നമ്മളെ കാണാൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? അലക്സേട്ടൻ ഓർമ്മ ഉണ്ടോ? ഞാൻ നിങ്ങളുടെ ബന്ധുവിൻ്റെ വീട് ചെയ്തതായിട്ട് അങ്ങനെയാണോ? അല്ല, അൻഷാദിൻ്റെ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഫസ്റ്റത്തെ അൻഷാദിക്കട വീട്ടിക്കാരനെ അല്ല, നമ്മളെ ഫസ്റ്റ് അൻഷാദക്കാരൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഫസ്റ്റ് വന്നത് നിങ്ങളാണ്. എവിടേക്ക്? നമ്മളെ ഒറ്റപ്പാലം സൈറ്റിലൊന്നും വന്ന് കണ്ടു. ആ സൈറ്റ് അതിന് മുന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ അപ്സ്റ്റെയർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെങ്ങളുടെ എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയറും പടം കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വർക്കായി. അൻഷാദാണ് ഫസ്റ്റ് വീട്ടിൽ വന്നിട്ട് നമ്മൾ വ്ളോഗ് ഇട്ടതിൻ്റെ നെക്സ്റ്റ് വീക്ക് നമ്മൾ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം ആള് ഇതേപോലെ കല്ലിൽ ചെയ്യാൻ നിന്നിരുന്ന ആളാണ്. നമ്മൾ വീഡിയോ കണ്ടത് ഞാൻ പറഞ്ഞു നേരിട്ട് വീട്ടിലേക്ക് വരും, നമുക്ക് സംസാരിക്കാൻ. ആൾ വീട്ടിലേക്ക് വന്നു. അടുത്ത നെക്സ്റ്റ് വീക്കിൽ നമ്മളവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ ഏകദേശം ഒരു 950 സ്ക്വയർ ഫീറ്റ് വീട് ഒരു 25 ദിവസം കൊണ്ട് നമ്മൾ മെയിൻ സ്ലാബ് ആക്കി. അത് മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത്? മെയിൻ സ്ലാബ് കഴിഞ്ഞു, തട്ടൊക്കെ എടുത്ത് ഫ്രണ്ടിൽ എന്തോ അല്ല തട്ടെടുത്ത് കഴിയുമ്പോഴാണ് ഞങ്ങൾ പോണ ആ സമയത്താണ് നിങ്ങൾ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് ബാംഗ്ലൂർക്കാണ്. നാട്ടിലൊന്നും പണി കിട്ടാനായിട്ടേ വേറെ നിവർത്തിയില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രോജക്റ്റ് അവിടെ ഇരുന്നു ബാംഗ്ലൂർ. അന്ന് ആരാണോ ബുക്ക് ചെയ്യണത് അല്ലെങ്കിൽ ആരാണോ നമുക്കൊരു വർക്ക് തരുന്നത് അങ്ങോട്ട് ഓടി പോകുക എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ നമുക്കൊരു സ്ഥിര ജെനുവിൻ ഒരു ആളുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ആള് മുള്ളൂർക്കാരുള്ള ആളാണ്. അപ്പോൾ നമ്മളെ ഈ വീടിൻ്റെ വർക്ക് ഒന്നും സ്റ്റോപ്പായപ്പോൾ ആള് എല്ലാത്തിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് ചോദിക്കാറുണ്ട്, എന്ത് മുള്ളൂർക്കാരുള്ള വീടിൻ്റെ ഫിനിഷിങ് കാണിക്കാത്ത, എന്താ ഫിനിഷിങ് കാണിക്കാത്തത്. അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കാര്യങ്ങൾ എന്താ വെച്ചാൽ. കാരണം അലസേട്ടന് ഇത് താമസിക്കാനുള്ള വീടല്ല, ഓഫീസ് പർപ്പസ് അല്ല. ഓഫീസ് പർപ്പസ് കോർപ്പറേറ്റ് ഓഫീസായിട്ടാണ് ഇത് ഭാവിയിൽ വരിക. അതേസമയം ഓഫീസ് വേറൊരു സ്ഥലത്തേക്ക് മാറിയാൽ പിന്നീട് വീടായിട്ട് ഉപയോഗിക്കണം. ആ രീതിയിൽ അതിനാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ 3 ബാത്റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭാവിയിൽ നമുക്കൊരു വീടായിട്ട് കൺവേർട്ട് ചെയ്ത്, അതായത് വീടാണ് ഇപ്പോൾ അത്, ഇപ്പോൾ നമ്മൾ ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമ്മളെ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത് കോൺക്രീറ്റിൽ ചെയ്ത വീടാണെന്ന് ആരെങ്കിലും പറയും? ഇല്ല, നല്ല ഇപ്പോൾ ഇന്നലെ വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇവിടെ യൂണിയനിലുള്ളതാണ്. അപ്പോഴാ വല്ലപ്പോഴും ആളെ യൂണിയനിൽ കയറണുള്ളൂ. വീടിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇപ്പം എനിക്ക് 2-3 വർഷമായി ആൾ യൂണിയനിൽ വർക്ക് ചെയ്തിട്ട്, മറ്റു മക്കളൊക്കെ ഗൾഫിലായി അങ്ങനെ. അപ്പോൾ ആൾ വന്നിട്ട് മുഴുവൻ കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. അത് അവരുടെ യൂണിയനിൽ തന്നെ ആളുകൾ കേട്ടിട്ടുണ്ട് മറ്റിറക്കുമ്പോഴൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ആളിങ്ങനെ നമ്മളൊന്നും പറയാതെ തന്നെ പറയണത് സ്ട്രോങ്ങിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. അത് ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നത് സ്ട്രോങ്. അവർക്ക് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഗൾഫിലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം ഗൾഫിലാണ് ഈ പ്രീ കാസ്റ്റ് മോഡൽ അതിൻ്റെ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഇത് പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഗൾഫുകാരനല്ല എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതുവരെ പോയിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങളെ തുടക്കത്തിൽ ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ വർക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരോട് ഇതില്ല. കാരണം എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മളതേപോലത്തെ വ്ളോഗ് വരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ ഇല്ല, ഞങ്ങൾ തന്നെ 10-15 വീടുകൾ ആൾക്കാർ കയറി താമസിക്കാനായി. അതിൽ കുറേ വീട് താമസിച്ചു. ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ്. പക്ഷെ നിങ്ങളൊക്കെ ഒരു ധൈര്യം എന്തായിരുന്നു?
എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഷൊർണൂർ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ആക്ച്വലി ഫീൽഡിലുള്ള ആളാണ്. മെയിനായിട്ട് റിയൽ എസ്റ്റേറ്റും ആണ് എൻ്റെ ഒരു ഫീൽഡ്. അതിൽ ആവശ്യമെങ്കിൽ മാത്രം വീട് പണിയുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതുവരെ പോയത്. അപ്പോൾ അതുകൊണ്ട് ഈ വീട് പണി തുടങ്ങിയതിന് ശേഷം വേറൊരു വീട് മേടിച്ചു. ഞാനതിൽ ഓൾട്ടറേഷൻ വരുത്തി. അത് ഇത് തന്നെയാണ് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട് പിന്നെ സെയിലായിട്ടാണ് പിന്നെ ഇതിലേക്ക് ഇറങ്ങണത്. ഇത് എന്താ പറയാ, വിശ്രമവേളയിൽ ഫണ്ട് ഇടയ്ക്ക് ബാലൻസ് വരുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ വില്ലയുടെ ഒരു പർപ്പസ്. പുറകിലൊരു ഞാൻ ചോദിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്നാമത് സ്പേസ് കണ്ടുപോകാനും കൂടുതൽ കിട്ടും, മെറ്റീരിയൽ കുറവ് മതി. ഇപ്പം ഇതിൽ തേപ്പിന് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള തേപ്പുകാരാണ്. അവർ ആദ്യം പറഞ്ഞൊരു 5 യൂണിറ്റ് മണൽ വേണ്ടി വരും. ഉള്ളും പുറം തേച്ചിരിക്കണം. ഉള്ളും പുറവും. അപ്പോൾ ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു 3 യൂണിറ്റ് വേണ്ടി വന്നുള്ളൂ. ഒരു ചെറിയ പെട്ടി ഓട്ടോറിക്ഷയ്ക്കുള്ള ഇത് ബാക്കി വന്നുണ്ട്. പിന്നെ നോർമലി തേപ്പിൽ അവർ കോൺക്രീറ്റിൻ്റെ മുകളിൽ പാരപ്പറ്റും മുകളും ചെയ്യാറില്ല. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി. അതായത് ഈ വീടിന്റെ റൂഫ്, അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. റൂഫ് തേച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അലസേട്ടനോട് പറഞ്ഞേ ഞാൻ വീഡിയോ ഒന്നും കൂടി എടുത്തോ, കമന്റ് ഇട്ട ആൾക്ക് കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞു. ലീക്കൊന്നുമില്ല. അല്ല, ഈ കമന്റ് ഇട്ട ആൾ പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോ എങ്ങനെ ലീക്ക് ഉണ്ടെങ്കിലോ ഇനി അലസേട്ടൻ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു തരണം. ഒരുപാട് ആൾക്കാർക്ക് ഈ വീട് ഇപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 365 ദിവസം വർക്കാണ്, ഡെയിലി കോൺക്രീറ്റ് ആണ്. അത് മെയിൻ സ്ലാബ് നമ്മൾ മഴക്കാലത്ത് നിർത്താറൊന്നുമില്ല. അലക്സേട്ടൻ്റെ ഈ വീട് ചെയ്ത സമയത്ത് ആ മന്തിൽ ഞാൻ 4 മെയിൻ സ്ലാബ് ചെയ്തിരിക്കണം. അത് ഏത് റെഡ് അലർട്ടോ എന്തായിരുന്നു? നമ്മൾ മെയിൻ സ്ലാബ് തുടങ്ങിയത് എത്ര മണിക്കാ? 11:30 മണി അല്ലേ? 11:30 മണി വരെ ഒരു മെയിൻ സ്ലാബ് തുടങ്ങാണ്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമെന്റ് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ. അത്രയും മഴയത്ത് ചെയ്ത. അപ്പോഴും അലച്ചേട്ടൻ്റെ ഒക്കെ സംശയം ഉണ്ടാവില്ല ഇതിങ്ങനെ മഴയത്ത് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടെന്ന്? അങ്ങനെ ഒരു വലിയ ഇതൊന്നും ആശയം, അതായത് കഴിയുന്നവരെ മഴ പെയ്യും, അത്രേ ഉള്ളൂ. എത്ര മഴ പെയ്താലും റെഡിയാണ്. നമ്മൾ അത്ര മഴയത്ത് ചെയ്ത സ്ലാബിന് ഇപ്പൊ ഞാൻ അതാണ് നിങ്ങൾ മുകളിൽ ഫുള്ള് ഈ സൈഡ് കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ വെള്ളം അലച്ചേട്ടൻ ഇന്നലെയല്ലേ കെട്ടി നിർത്തിയത്? ഈ വെള്ളം ഇങ്ങനെ എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയോ? നമ്മൾ ബ്രിക്സിൽ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെടുക്കണം. നേരെ മറിച്ചിട്ട് നമ്മളെ സീലിംഗ് ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ഒരു ഇത് കൂടി കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഞാൻ അമ്മൂനെ കൊണ്ട് ചുമരിൽ ഒരു തുള്ളി വെള്ളം ഒഴിപ്പിച്ചു. കാരണം ഇപ്പം അത്രയും ഉണങ്ങി നിൽക്കണതാ. ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിക്കണം. അപ്പം മഴയത്ത് കെട്ടി നിർത്തിയിട്ട് 2 ദിവസമായി. ഞാൻ തേപ്പ് കഴിഞ്ഞു. ഇന്നലെ രാവിലെ ഞാൻ കെട്ടി നിർത്തി. ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരം. ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. 24 മണിക്കൂർ മതി. ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ വെള്ളം അടിയിലേക്ക് എടുക്കാനായിട്ട് അത്ര അധിക സമയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അലക്സേട്ടൻ ഇപ്പോൾ പറഞ്ഞില്ലേ മെറ്റീരിയൽസിൻ്റെ, അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യം. ഇത് നോക്കി നോക്കാൻ, ഇതിപ്പോൾ റഫ് ചെയ്തതാണ്. അതായത് ഇതിൽ നമ്മൾ ക്ലാഡിങ് ഒട്ടിക്കുന്നുണ്ട് ടൈല്. നമ്മൾ 4 ഇഞ്ചായിരുന്നു നമ്മളെ ഭിത്തി. ഇപ്പോൾ കറക്റ്റ് എത്ര വന്നിട്ടുണ്ട്? 5 ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അതായത് 2 സൈഡും കറക്റ്റ് 1/2 ഇഞ്ച് ആണ് ഇതിന്റെ കനം കയറിയിരിക്കുന്നത്. അല്ല, ഞാനിപ്പോൾ അവരെന്നോട് എനിക്കൊരു കമന്റ് ഇങ്ങനെ പറഞ്ഞു, നിലവിൽ ഭിത്തി വളരെ സ്ട്രെയിറ്റ് ആണ്, ഞങ്ങൾ തേച്ചിട്ട് വളയാതിരുന്നാൽ മതി. കാരണം അത്ര തൂക്കുണ്ട്. അല്ല, തൂക്ക് പോവാത്തതിന്റെ മെയിൻ കാര്യം കാരണം ഇപ്പൊ നമ്മളായാലും നിങ്ങളുടെ ഒരു പണിക്കാരന് ഒരു പ്രത്യേക അപ്രീസിയേഷൻ ഉണ്ട്. മണിക്കല്ലേ? അങ്ങനെ ഓരോ വീട് ചെയ്ത ആൾക്കാരാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. കാരണം ഈ വീട് മൊത്തം മണിയാണ് ചെയ്തത്. ഇപ്പൊ മണി എവിടെയെന്ന് അറിയോ? ഇപ്പൊ മണി വയനാട്ടിലാണ്. ഇപ്പൊ വയനാട്ടിലാണ്. ഞാൻ ഇടയ്ക്ക് മണീനെ വിളിക്കാറുണ്ട്. ഈ തവണ മാത്രമേ വിളിക്കാത്തേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പറയുന്ന വർക്ക് നല്ലതാണ്. അപ്പൊ ഓരോരുത്തർ വന്ന് കാണുമ്പോഴും അതിന്റെ ഒരു അത് അവർക്ക് വലിയൊരു അപ്രീസിയേഷൻ ആണ്. എന്താ അലക്സേട്ടാ ചേട്ടോ, ഇപ്പൊ നിങ്ങളിപ്പോ മണീനെ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ അന്ന് മണീനെ പറഞ്ഞപ്പോഴും മണി ഇത് ചെയ്തു പറഞ്ഞു. ഇന്നും എന്റെ വർക്ക് മണി അവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അന്നുള്ള അതേ സൂപ്പർവൈസർമാരനെ ഈ ജയരാജനും ധനേഷും മണി ഇവരൊക്കെ തന്നെയാണ്, ശ്രീനിയൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ തുടക്കം മുതൽ ആരൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മൾ ഏകദേശം 1 വർഷമായില്ലേ നമ്മള്. അപ്പൊ അന്നുള്ള അതേ പണിക്കാരാണ്. ഇതിപ്പോ 1 വർഷം എന്ന് പറയുന്നത് അലക്സേട്ടന്റെ ചെയ്തിട്ടുണ്ടോ. ഞങ്ങളിപ്പോ ഇതേ രീതിയിൽ ചെയ്യാനായിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതും കൂടാണ്ട് ഞാൻ ഇതിന്റെ മുന്നേ നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴും ഈ ജയരാജനും ഈ ടീംസും ഒക്കെ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ ഈ പണിക്കാർ മാറാണ്ടിരിക്കണത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം പണിക്കാർ മാറാണ്ടിരിക്കണമെങ്കിൽ നമ്മളും അതുപോലെ നിൽക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നുള്ള പണിക്കാരും ചിലപ്പോൾ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ അവരൊക്കെ എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നല്ല എഞ്ചിനീയർമാരാണ്. ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നാൽ
അവർ തന്നെ കണ്ടറിഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും. അതെന്താ സംഭവം? പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് നിങ്ങൾ കേരളം മുഴുവൻ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി കുറേ കാണുന്നത് കൊണ്ട് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നതും അപ്ഡേഷനും വളരെ ഫാസ്റ്റാണ്. നിങ്ങൾ ആ ട്രഡീഷണൽ ടൈപ്പ് അത് തന്നെ ചെയ്യൂ, അങ്ങനെ വാശിയൊന്നുമില്ല. ഈ കസ്റ്റമറിൻ്റെ ആവശ്യം, അതേസമയം എഞ്ചിനീയറിൻ്റെ പെർഫെക്ഷൻ. അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയറൊക്കെ നിങ്ങളെക്കാളൊപ്പം തന്നെ ഈ വർക്ക് ചെയ്ത ആളുകൾക്ക് അവരുടെ മനസ്സിലുണ്ട്. സർട്ടിഫിക്കറ്റ് മാത്രമേ അവർക്ക് ഇല്ലാത്തുള്ളൂ, കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. അത് മെയിനായിട്ട് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാക്സിമം 3-5 വർഷം ഒരു ഡിഗ്രി നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവരും നല്ലൊരു എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 വർഷം സൈറ്റിൽ ജോലി ചെയ്താലേ അവർ എഞ്ചിനീയർ ആവുള്ളൂ. സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യം. നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യണം, ഞാൻ എഞ്ചിനീയർ ആയിട്ടൊന്നല്ല. നമ്മളെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാനിതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു, ആ 20 വർഷം നമ്മൾ ഇപ്പോൾ സാധാരണ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൊഫസർ നമ്മളെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ ഒരു സാറ് നമ്മളെ പഠിപ്പിക്കണോ അല്ലേ? നമ്മളെ 20 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ എഞ്ചിനീയേഴ്സും കൺസൾട്ടൻറ്റുമാണ് നമ്മൾക്ക് ക്ലാസ് തരുന്നത്. അതായത് ഇപ്പോൾ അവർ ഓരോ സൈറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ അവരെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് കണ്ടൊക്കെ പഠിച്ചിട്ടാണ് നമ്മളിത് കിട്ടുന്നത്. നേരത്തെ നിങ്ങൾ പറഞ്ഞാണ് സത്യം, സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക്. ബാക്കി പിന്നെ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഈ സർട്ടിഫിക്കേഷൻ മാത്രം മതി. അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഇപ്പോൾ ഈ പുതിയ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നമുക്ക് തന്നെ ഇവിടെ ഉണ്ടായില്ലേ, നമ്മളെ സ്റ്റെയർ, ഞാൻ ഈ ചെറിയ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഏത് ചെറിയ വീടിന് ഒരു എഞ്ചിനീയർ പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെയർ സ്കെയിലല്ല വരയ്ക്കുക. അതായത് ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് വീട്ടിൽ ആപ്ലിക്കബിൾ ആകാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ ഞങ്ങൾ മാക്സിമം ചെയ്തതൊക്കെ ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ. അല്ല, പിന്നെ മറ്റൊരു മാറ്റമുണ്ട് ഇതിൽ. നമ്മൾ പഞ്ചായത്തിലേക്ക് കൊടുക്കാനുള്ള പേപ്പർ വരച്ചതിലെ അളവും ഭിത്തിയുടെ അളവും ഇപ്പം അളക്കുമ്പോഴൊക്കെ ഉള്ളളവും എല്ലാം വ്യത്യാസമുണ്ട്. അതൊക്കെ ആ പണിയുന്ന സമയത്ത് അവന്റെ കയ്യിലാണ് അത് വരിക. അതെ, അത് 8 ഇഞ്ചിന്റെ കനത്തിലാണ് ഇതിന്റെ ഭിത്തി മുഴുവൻ സ്കെച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ ഇത് വരണത് 5 ഇഞ്ച്. ആ വ്യത്യാസങ്ങൾ ഓരോ തറയുടെ മുകളിലും വരും, ഓരോ റൂമിൽ സ്പേസ് കൂടും. അല്ല, ഞാൻ പറഞ്ഞ അത് കണ്ടറിഞ്ഞ് പണിക്കാർ ചെയ്തില്ലെങ്കിൽ പണി പാടും. അത് ഉറപ്പല്ലേ. മെയിനായിട്ട് അത് ചെയ്യാനുള്ളൊരു മികവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ ചെറിയ വീടുകളൊക്കെയാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മണിയോ അപ്പം സത്യമാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മളെ വയനാട്ടിൽ ഡിഫൻഡെ പറഞ്ഞു നമ്മളൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, ഇപ്പം അങ്ങനെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരണ്ട, ഞങ്ങൾ നോക്കിക്കൊണ്ട് ആര് മണി ലിഫോനെ നോക്കിക്കൊണ്ട്. ഞാൻ വയനാട് പോയിട്ടില്ല പ്രാവശ്യം വന്നിട്ട്, അവിടെ അപ്സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഒരു ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ വരണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം അവർ അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് വർക്ക് നടക്കുന്നുണ്ടെന്നാണല്ലോ അതിൻ്റെ ഇത്. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ വിളിക്കണം. അപ്പോൾ അവിടെ നന്നായിട്ട് വർക്ക് നടക്കുന്നത് ഇവനെ പോലത്തെ ആൾക്കാരുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ വീടുകൾക്കൊന്നും നമുക്ക് വലിയ ഹെഡേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചില വീടുകൾ നല്ലൊരു കുക്കും കൂടെയാണ്. രാവിലെ ഫുഡ് വെച്ച് ലാവിഷായിട്ട് ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ അലക്സേട്ട ഇവിടെ കണ്ടതല്ലേ. ഇവിടെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ വന്ന് നിന്ന് സൈറ്റിൽ തന്നെ ഭക്ഷണം വെച്ച്, കാരണം വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ലല്ലോ. നമ്മൾ രാവിലെ ഒരു 8:30 മണിക്ക് ഒരു ബോർഡ് വെച്ച് ഒരു ലൈൻ ഫിനിഷ് ചെയ്യാന്നുള്ള സമയമല്ല അതിൽ. എനിക്ക് അങ്ങനെ കണ്ടു. ചില ദിവസം 8 മണി, ചൂടുള്ള ദിവസമാണെങ്കിൽ 11 മണി വരെ കഴിഞ്ഞിട്ടാണ് അവർ നിർത്തിയിട്ട് പോണത്. കാരണം ഫുള്ള് വൈബ്രേറ്റർ ഇട്ട് അടിച്ച് തിക്കും തിരക്കൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിവിടെ ഓൾറെഡി ഒരു ഫീൽഡിലുള്ള ആളല്ലേ. ഇപ്പോൾ ഞങ്ങളെ ഈ ഓട്ടത്തിന് ഞങ്ങൾ 2 പേരും ഞാനും അമ്മ മാത്രമാണ് ഇതൊക്കെ നോക്കണമെന്ന് വെച്ചാൽ ഈ സംരംഭം നടക്കുന്ന തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാർ ഒപ്പമുള്ളതുകൊണ്ടാണ് പരിപാടി നടക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. അപ്പം അലക്സേട്ടൻ വിളിക്കാൻ മുള്ളൂർക്കര എന്നാണ്, അടുത്ത സൈറ്റിലുള്ള ആൾ വിളിക്കുന്നത് കോട്ടയത്തു നിന്നാണ്, ലിഫോ വിളിക്കുകയാണെങ്കിൽ വയനാട്ടിൽ നിന്നാണ്. നമ്മളെ കൊണ്ട് ഓടിയെത്താൻ പറ്റില്ല. അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് ഇത്ര സമയത്ത് ഇന്ന വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് മുമ്പ് വന്നിരിക്കണം എന്ന് പറഞ്ഞ വാശിയൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ചില ആൾക്കാർ നമുക്കറിയാം ഈ ഫീൽഡിൽ ഓടണ ഓട്ടം എന്താണുള്ളത്. ചില ആൾക്കാർ അങ്ങനെ പിടിക്കാറുണ്ട്. എനിക്ക് അറിയാലോ അതില് എത്താൻ പറ്റാതെ ഒരു. പിന്നെ അങ്ങനെയല്ല, നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഫോണിൽ പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് ഒരു വൈബ് എന്ന് പറയും. അത് ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല നമുക്കിടയിൽ. മാക്സിമം അങ്ങനെ ആവണം എന്നാണ്. നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടോ അങ്ങനത്തേതായിട്ടോ ഒക്കെ ഇതാക്കാം. നമുക്ക് ഏറ്റവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഞാനതിപ്പോൾ നേരത്തെ നിങ്ങൾ ഓൾറെഡി എന്നെ പറഞ്ഞു, ഓക്കെ വീട് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി ഇഷ്ടത്തിന് ആക്കി ചെയ്യാനുള്ളത് നമ്മളെയും കൊണ്ട് അത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു വീട് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ബന്ധം ഇതാണ് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കണത്. ലാഭം നഷ്ടം നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഫസ്റ്റ് ചെയ്ത റേറ്റിനാണ്. അങ്ങനെ ഒരു രൂപ പോലും അതിലുണ്ടാവില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിഞ്ഞു ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ട് അതൊന്ന് സക്സസ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ബന്ധം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇപ്പോൾ ചെയ്യണ റേറ്റിന് ചെയ്യുമ്പോൾ
നിങ്ങൾ വീഡിയോസ് നോക്കിയാൽ മതി. ഞങ്ങൾ ചെയ്യണ വീടുകളൊക്കെ മിക്കവാറും വീടുകളും അല്ലേ അതിൻ്റെ ഇങ്ങനെ അവർ തലേ ദിവസം ഞങ്ങളെ വിളിച്ച് എത്തി. അങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കണം, നിങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒരു റൂം റെഡി ആക്കിക്കോ, നിങ്ങളിവിടെ സ്റ്റേ ചെയ്തോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് ഇത്ര അടുത്താവുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇവിടുന്ന് 1 മണിക്കൂർ ചവിട്ടിയ വീട്ടിലെത്തും. അപ്പൊ പിന്നെ ഇവിടെ നിൽക്കില്ലല്ലോ. നേരെ മറിച്ച് നിങ്ങൾ കോട്ടയത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ കോട്ടയത്ത് ഞങ്ങൾ റെന്റ് കൊടുത്തിട്ടാണ് ഇപ്പൊ താമസിക്കണത്. അല്ല മാക്സിമം ഇപ്പൊ കോട്ടയത്ത് നമ്മൾ മാത്യു സാറിന്റെ വീട്ടിൽ താമസിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ഇത് ആയ സമയത്ത് നമുക്ക് ചെയ്യാം. ഞാനും പേഴ്സണലി ആ പോളിസി കീപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഇന്ന് സ്ഥലങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന എല്ലാവരുമായിട്ടും ഇപ്പോഴും അതേ ബന്ധങ്ങളുണ്ട്. ഒരാളും നമ്മൾ എന്താ പറയാ പൈസയുടെ ഒരു ഇതിന്റെ പേരിൽ ഒരു ഡിസ്പ്യൂട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല, ചില ആൾക്കാർ പൈസന്റെ ബാർഗൈനിങ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ ആ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക. ചിലർക്ക് പൈസ മാത്രമല്ല. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മള് ഞാൻ എൻ്റെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇപ്പൊ നമ്മൾ 1.5 വർഷത്തോളായി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ട്? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് സാധാരണ ഈ വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ പറയില്ല ഞങ്ങളാണ് പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. കാരണം പ്ലാസ്റ്ററിങ്ങിനൊക്കെ നമ്മൾ ഒരുപാട് ഡിലേ ചെയ്തു. കാരണം ആ പെരുമഴയത്ത് അലക്സാണ്ടർ റെഡിയാണ്. ഞങ്ങൾ അറിയില്ല, ഞാൻ അറിയില്ല. അപ്പൊ നിങ്ങളിങ്ങനെ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പണിക്കാർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കണക്കിന് നന്നായില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നത് ആ വീഡിയോയില് നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞു. ഈ വീടിന്റെ പ്ലാസ്റ്ററിങ് നമ്മളെ ചേട്ടന്റെ പേര് ഞാൻ മറന്നു. ജയന് ജയൻ രണ്ടുപേരുണ്ട്. അത് ഈ വീട് മലയാളികൾ തേച്ചാട്ടോ. ഇതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ അങ്കമാലി ജയൻ സലീം രണ്ടുപേരാണ്. അവർ കുറെ ആയിട്ട് നമുക്ക് പല വർക്കുകളും ചെയ്തു തരുന്ന ആളുകളാണ്. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അവരുടെ കാര്യം. ഫിനിഷിങ് അലക്സേട്ട വേറെ ലെവലാണ്. അതായത് തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ മുള്ളൂർക്കര ഭാഗത്തുള്ള ആൾക്കാർ വെറുതെ വന്ന് വേണമെങ്കിൽ കണ്ടുപോയിക്കോളും വീട്. ഞങ്ങളെ കോൺക്രീറ്റിൽ വെച്ച വീട് എങ്ങനെ ഉണ്ടായിരിക്കും പ്ലാസ്റ്ററിങ് കഴിഞ്ഞാന്നുള്ളത് ഈ വീട് വന്നാൽ കാണാം. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അലക്സേട്ടനാണ് ഫസ്റ്റായിട്ട് നമ്മൾക്ക് ജനലിൻ്റെ ഗ്യാപ്പ് ഇതൊക്കെ, അതായത് നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. നമ്മൾ അതേപോലെ ഇപ്പോൾ എന്നിട്ട് ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കും ഈ വീടിൻ്റെ തന്നെ 4-5 വീഡിയോ ഇറക്കേണ്ടത് നിങ്ങൾ ജനലിൻ്റെ അവിടെ ഗ്യാപ്പ് ഇട്ട് തരുമോ വെച്ചിട്ട് ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്യാപ്പ് ഇട്ടൊന്നും മാത്രമല്ല നമ്മൾ ബേവിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അത് ഇതിൻ്റെ ജനലിൻ്റെ ഇതിൻ്റെയൊക്കെ വർക്ക് കഴിയുന്ന സമയത്ത് അതിൻ്റെ ഇത്. പിന്നെ അത് മാത്രമല്ല അലക്സേട്ടനാണ് ആദ്യമായിട്ട് 11 അടി ഹൈറ്റ് ആക്കിയത്. ഇപ്പോൾ നമ്മൾ ചെയ്യണ കൂടെ ഒക്കെ 12 അടിയാണ്. അപ്പോൾ തൃശ്ശൂർ 12 അടിയാണ്, കോട്ടയം 12 അടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഈ ലുക്ക് കിട്ടാനൊക്കെ കാരണം ഈ ഒരു ഹൈറ്റ് കൂട്ടിയതിൽ അതിലൊരു ഇതാണ്. ഇപ്പോൾ സാധാരണ ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കളുണ്ട് ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ ഒരു ചാട്ടം വരും അല്ലേ, മഹാബോറാണ്. സിറ്റ് ഔട്ടിൻ്റെ അവിടെ അതായത് ഞാൻ ഇങ്ങനെ പറയാ ഈ തൊപ്പി താഴ്ത്തി വെച്ചിട്ട് നടക്കില്ല, ആ ഒരു ഫീലാണ്. ഫ്ലെക്സിബിൾ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ മുകളിൽ ഈ സാധനമൊക്കെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം നമ്മൾ സ്റ്റെപ്പ് കവർ ചെയ്യാനായിട്ട് ഏകദേശം 1.5 മീറ്റർ ഇതുണ്ട്. ഇതൊരു 60 സെൻറ്റിമീറ്റർ ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ക്ലയൻറ്റും കൂടി ഓക്കെ ആയിരിക്കണം. മനസ്സിലായോ? അലക്സേട്ടൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഐഡിയക്ക് നിങ്ങൾ നന്നാക്കി ചെയ്യ്, നമുക്കത് ഫണ്ട് നോക്കാം, ഓക്കെ ആക്കാം അല്ലേ? അങ്ങനെ പറയുമ്പോഴാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ വീഡിയോ ഇട്ട് വിചാരിച്ചോളൂ, ഇത് കണ്ടിട്ട് അടുത്തവൻ പറയും എൻ്റെത് കുറച്ചും കൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ പോലെ ഫ്ലെക്സിബിൾ അല്ലെന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 8 ഇഞ്ച് ചാട്ടം നിങ്ങൾ പറഞ്ഞതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയിൽ ഒരു കാര്യമോട് പറയുകയാണ്. നിങ്ങൾ തുടക്കത്തിൽ എടുത്തിട്ടുള്ള വീടായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ വർക്ക് കിട്ടേണ്ട ആവശ്യത്തിന് വളരെ കുറഞ്ഞ റേറ്റിലാണ് എനിക്കിത് തന്നിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാം അത് നിങ്ങൾക്ക് കാര്യമായിട്ടൊരു ബാലൻസ് വരുന്ന ഒരു രീതിയിലല്ല ഇത് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അല്ല, ഫസ്റ്റ് ഞങ്ങൾ ചെയ്തതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ. കാരണം അലക്സേട്ടന് നമ്മൾ 1000 രൂപയ്ക്കാണ് അത് തുടക്കം എന്ന് പറഞ്ഞാൽ 800 അതായത് ഒന്നും കിട്ടില്ല. അതായത് 800 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊണ്ടിട്ട് ഞാൻ ഇറക്കണം. ഇത് പറഞ്ഞാൽ അതായത് ചെറിയ നഷ്ടമാണോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ് ആയിരിക്കും. അത് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റാണത്. ഇപ്പം എനിക്കിപ്പോൾ അതിലൊരു സങ്കടമല്ല. കാരണം നിങ്ങൾ ഈ വീട് കണ്ടിട്ടാണ് തോമസ് ഏട്ടൻ പിറ്റത്തെ ദിവസം ചെയ്തത്. തോമസ് ഏട്ടൻ്റെ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് കൂടെ അല്ലേ, അത് 1300 റേറ്റിനാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാവുകൊണ്ടാണ് തോമസ് ഏട്ടൻ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ ഇവിടെ വന്ന് ചെയ്തത്. അപ്പോൾ ഈ വീട്ടിൽ എനിക്കുണ്ടായ നഷ്ടം നമുക്കത് അവിടെ അതേപോലത്തെ തോമസ് ഏട്ടൻ്റെ വീട് വന്നിട്ട് എത്ര വീടായി അമ്മ? തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഇത്രയും നന്നാക്കി ഇപ്പോൾ തോമസ് ഏട്ടൻ സത്യം പറഞ്ഞാൽ സ്ട്രക്ചർ ആയപ്പോഴാണ് വന്ന് കണ്ടത്. ഇപ്പോൾ വന്ന് കാണണം അല്ലേ? അല്ലെങ്കിൽ വീഡിയോ ഇറങ്ങുമ്പോൾ കാണും. എല്ലാമായിട്ട് നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടാവാത്ത രീതിയിൽ ഫിനാൻഷ്യലായിട്ട് എന്താണോ സെറ്റിൽ ചെയ്യേണ്ടത് ഞാൻ റെഡി ആണെന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ട് ഇടയ്ക്കും പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടുത്ത് ഒന്നാമത് നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാൾ വന്നിട്ട്
ലോസ് ഒരാൾക്ക് വരിക എന്നുള്ളത് എക്കാലത്തേക്ക് അതൊരു ബാധ്യതയാണ് മനസ്സിൽ. അത് ഉണ്ടാവേണ്ട കാര്യമില്ല. അത് പൈസ വരും പോകും, ഇതൊക്കെ അതിൻ്റെ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ 800-നും 1000-നും ചെയ്യില്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഇതിലൊരു സങ്കടം വരരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട മാർജിൻ നിങ്ങൾ കുറവ് വന്നാൽ പറയാ, ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളൊരു കമ്പനി നടത്തുന്ന ആൾക്കാരാണ്, ഞാനും വൈഫാണ് നടത്തുന്നത്. ഓക്കെ, നമ്മൾ ഒരു ക്ലയൻറ്റിന് ഇപ്പം നിങ്ങളടക്കം നമുക്കൊരു 100% ഹാപ്പി ആക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം ക്ലയൻറ്റ്സ് നമ്മളോട് പെരുമാറാൻ, അല്ലേ? ഇപ്പം നമ്മൾ ഇത്രയും ചെയ്താൽ ഇതിപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് ഓഫ് വർക്ക് കംപ്ലീറ്റ് തീർന്നു അല്ലേ? ഇപ്പം ഇത് ലേന കൺസ്ട്രക്ഷൻ്റെ കീഴിലാണെങ്കിലും ഇത് സത്യത്തിൽ റോയൽ ഡെവലപ്പേഴ്സിൻ്റെ കീഴിൽ ലേന കൺസ്ട്രക്ഷൻ എടുത്ത് ചെയ്തൊരു വീടാണ് ഇത്. ഞാൻ ആക്ച്വലി റോയൽ ഡെവലപ്പേഴ്സ് എന്നുള്ള ഒരു ഇതിൻ്റെ കമ്പനിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതൊരു 3 വർഷമായിട്ടുള്ളതാണ്. തൃശ്ശൂരാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നമുക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോൾ മരിച്ചുപോയ കാലം ചെയ്ത തൂങ്കുഴിപ്പിതാവ് ഇനാഗുറേറ്റ് ചെയ്തൊരു പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് വില്ലയാണിത്. അതായത് ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വില്ല പ്രോജക്റ്റാണ് ഈ കിടക്കുന്ന സ്ഥലം. എത്ര 70 സെൻറ്റ് സ്ഥലം. ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു 1.5 ഏക്കർ സ്ഥലം ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 22 വീടാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലൊരു വീടുണ്ട്, 2 വീടുകളുണ്ട്. അപ്പോൾ അതും ഒരു ഹിൽ സ്റ്റേഷൻ പോലൊരു സ്ഥലമാണ്, മുള്ളൂർക്കര തന്നെയുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകൾ കഴിഞ്ഞിട്ട് നിലവിലൊരു സ്പെസിമെൻ കാണിക്കാവുന്ന രീതിയിലായിട്ട് അത് ഡിക്ലെയർ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഓഫീസായിട്ടാണ് ഇനി വരിക. ഇൻ കേസ് ഇത് ഓഫീസ് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കോർപ്പറേറ്റ് ഓഫീസ് മാറുകയാണെങ്കിൽ ഇത് പിന്നെ വില്ലയായിട്ട് അതുകൊണ്ടാണ് ഓഫീസ് കൺസെപ്റ്റും മാറ്റിയിട്ട് വില്ലയുടെ ഒരു സ്റ്റൈലിലേക്ക് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും അപ്പം അതുകൊണ്ടായിരിക്കാം ചിലർക്ക് ഇത് എന്താ പണി തീരാത്തെന്ന് പറഞ്ഞാൽ, എനിക്കിത് ഫണ്ടിൻ്റെ ഗ്യാപ്പ് പറഞ്ഞനുസരിച്ചാണ് ഞാനിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിലല്ലേ നമ്മൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ താമസിക്കണം, അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തൊക്കെ കഴിഞ്ഞാലും അപ്പോൾ അലക്സേട്ടൻ ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ് അല്ലേ? ഞാൻ ഹാപ്പിയാന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഇവരറിഞ്ഞും അറിയാതെയും പലരും ഇവിടെ വന്നു പോകുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നേരെ എന്നെ വിളിച്ച് വരുന്നവർ. ഞാൻ പറയും, നിങ്ങൾ കയറിക്കാട്, കണ്ടത് നിങ്ങൾ എന്താ സംശയമുള്ള എനിക്കറിയാവുന്ന, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും. ബാക്കി നിങ്ങൾ റേറ്റ് എത്രയ്ക്കാണെന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞാൽ 1000-ലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ റേറ്റ് നിങ്ങളിപ്പോഴത്തെ റേറ്റ് ചോദിക്കുക, 2 വർഷം മുമ്പുള്ളതാണ്. അതിൻ്റെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് അവർക്കൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ലേബർ കൂടിയിട്ടുണ്ട്. എല്ലാം വലിയ മാറ്റങ്ങളും അതിൻ്റെതായ മാറ്റങ്ങൾ 2 വർഷത്തെ എല്ലാത്തിൻ്റെ അപ്രീസിയേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഓരോ വർഷം കഴിയും തോറും ഇപ്പൊ നിങ്ങൾ തന്നെ പറയണ അന്ന് മണിക്കൂറത്തെ ശമ്പളം അല്ല, ഇപ്പൊ 1 മണിക്കൂർ തീർച്ചയായിട്ടും. കാരണം ഇവരൊക്കെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നമ്മള് കാരണം ഞങ്ങള് പലരും വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ നടക്കണമെന്ന് നോക്കണ്ട, അവരും അപ്ഡേറ്റായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നാലും നമ്മൾ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, അവരും നന്നാവും. അപ്പോഴുള്ള ഇതിന് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടീം ഉണ്ടായിരുന്നു ഒറ്റ സ്റ്റാർട്ടിങ് ഒറ്റ ടീം. അത് കഴിഞ്ഞ് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഇല്ലേ, 2 ടീമില്ലേ? ഇപ്പൊ 4 വർക്ക് ഇപ്പൊ അല്ലല്ല, വീട് മാത്രം 4 സൈറ്റ് ചെയ്യുന്നുണ്ട്. 4 ടീമായി. 4 ടീമല്ല അലക്സേട്ടാ, 4 സൈറ്റില് നമ്മൾ ചുമര് വെക്കുന്നുണ്ട്. അന്ന് ഒറ്റ സൈറ്റ് ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു, മണി മാത്രമായിരുന്നു. അല്ല, മണി ധനേഷും ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു. പിന്നെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 4 ടീം ചുമര് വെക്കുന്നുണ്ട്. പിന്നെ മെയിൻ സ്ലാബിന് 2 ടീം, പ്ലാസ്റ്ററിങ്ങിന് 1 ടീം. അങ്ങനെയാണ്. കാരണം അപ്പോൾ നമുക്ക് പ്ലാസ്റ്ററിങ് സ്കോപ്പില്ല. ഇപ്പോൾ അലക്സറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ബാത്റൂം മാത്രമേ നമ്മളെ സ്കോപ്പിൽ പ്ലാസ്റ്ററിങ് വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളെ കയ്യിലില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഓക്കെ, എന്നാൽ ഓക്കെ, താങ്ക് യു.